അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്ന് ഈ സമൂഹത്തിൽ ഏറ്റവും വലിയ ശാപമായി കൊണ്ടിരിക്കുന്ന ഒന്ന് രണ്ട് കമ്പോളവൽക്കരണങ്ങൾ. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വിദ്യാഭ്യാസ മേഖല. വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ഇപ്പോൾ ഉപരിപഠനത്തിന് വേണ്ടി കെട്ടിവെക്കാൻ ക്യാഷില്ലാത്തതിൻ്റെ പേരിൽ പഠനം നിർത്തേണ്ട ദുരന്ത കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെ കമ്പോളവൽക്കരിക്കപ്പെട്ടു. കൂടുതൽ വലിയ ക്യാഷ് കൊടുത്തിട്ട് ഡൊണേഷൻ കൊടുത്തിട്ടൊക്കെ ചേരാൻ പറ്റാത്ത ആളുകൾ ലോൺ എടുത്തിട്ടൊക്കെ അത് കുഞ്ഞിരായും കുടുക്ക് കുടുങ്ങി രക്ഷിതാക്കൾ 8 നിലയിൽ പൊട്ടുന്ന ഒരവസ്ഥയിലേക്ക് വരെ ഈ വിദ്യാഭ്യാസ മേഖലയിലെ കമ്പോളവൽക്കരണം കൊണ്ട് എത്തപ്പെട്ടു. ചിന്തിക്കപ്പെടണം. നമ്മൾ സാധാരണക്കാരായ ആളുകൾ ചിന്തിക്കേണ്ടതാണിത്. എവിടെയാണ് നമുക്ക് പേച്ചത്? വിദ്യാഭ്യാസ മേഖല മൊത്തത്തിലും കമ്പോളവൽക്കരിക്കപ്പെട്ടത് സാധാരണക്കാരായ പലരും വലിയധികം പ്രയാസത്തിലാണ്. രണ്ടാമതുള്ള വിദ്യാഭ്യാസ മേഖലക്കപ്പുറത്തേക്ക് ആരോഗ്യമേഖല എന്ന് പറയുമ്പോൾ ഒരു പാവപ്പെട്ട മനുഷ്യന് രോഗം വന്ന് ഹോസ്പിറ്റലിൽ ചെന്നിട്ടുണ്ടെങ്കിൽ വലിയ സംഖ്യ ചോദിച്ചിട്ട് ഇടങ്ങാറാക്കുന്ന അവസ്ഥ. ലക്ഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഒച്ചകൾ മാത്രമാകുന്നു. 2 ലക്ഷത്തി ചില്ലറ, 3 ലക്ഷത്തി ചില്ലറ, ഇതൊക്കെ പറഞ്ഞിട്ട് കമ്പോളവൽക്കരിക്കപ്പെടുക. മരിച്ച മയ്യത്തിനെ പോലും വെന്റിലേറ്ററിൽ കയറിയിട്ട് മണിക്കൂറിന് ഇത്ര വച്ച് വാങ്ങിയിട്ട് മരിച്ചതിന് ശേഷം മയ്യത്ത് വിട്ടുകൊടുക്കാതെ ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യാതെ വിട്ടുകൊടുക്കൂല എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൻ്റെ അധികൃതരായ ആളുകളുമായി കശപിശയുണ്ടാകുന്ന ദുരന്ത കാഴ്ചകൾ പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ സംഭവം? ജനസേവനമല്ല ഈ പറയുന്ന വലിയ ഹോസ്പിറ്റലിൻ്റെ ആളുകളൊന്നും നമ്മളോട് ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല. ഉള്ളത് പറയില്ലാത്ത നിവൃത്തിയില്ലല്ലോ. ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത് വലിയ സമ്പത്ത് തന്നെയാണ്. സാമ്പത്തികമായി എങ്ങനെ കൊള്ള നടത്താം, എങ്ങനെ ഉണ്ടാക്കാം, മറ്റുള്ളവരുടെ കഴുത്തിലെങ്ങനെ കത്തിവെച്ചുകൊണ്ട് സ്വന്തം കീശെങ്ങനെ വീർപ്പിക്കാമെന്നാണ് ഈ പറഞ്ഞ നല്ലൊരു ശതമാനം വലിയ ഹോസ്പിറ്റലിൻ്റെ മുതലാളിമാരും മാനേജ്മെൻറ്റും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വന്ന വണ്ടി ഏതാണെന്ന് പോലും ചിന്തിച്ചിട്ട് അതിനനുസരിച്ച് ബില്ല് തിന്നുന്നാണ് മറ്റുള്ളവർ എന്നോട് പറഞ്ഞത്. ഏത് മേഖലയിലും തർക്കിക്കാൻ നിൽക്കുമ്പോൾ ഈ ഹോസ്പിറ്റലിൻ്റെ ബില്ലിന് മാത്രം വന്ന ബില്ല് എന്താ വെച്ചാൽ അടച്ചിട്ട് പോകുക എന്നല്ലാതെ സാധാരണക്കാർക്ക് അറിയില്ലല്ലോ ഇതെന്താ എഴുതിയിട്ടുള്ളതെന്ന്. ആ വലിയ ബില്ല് കൊണ്ട് അടിച്ചിട്ട് അത് അങ്ങേ പുറത്തുനിന്ന് വാങ്ങി ഇങ്ങേ പുറത്ത് കൊണ്ടുപോയി കൊടുത്ത് ബില്ലടിച്ചിട്ട് നെഞ്ഞു പോവുക. നെഞ്ഞു വേദനയ്ക്ക് വന്നവൻ ബില്ലടിച്ചിട്ട് അറ്റാക്കിൻ്റെ വേദനയായി അവസ്ഥയാണ് ഇപ്പോൾ പല ഹോസ്പിറ്റലിലും ഉള്ളത്. ജനങ്ങളെ കൊള്ള ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി വേറൊരു മേഖല ഉള്ളത് ഏതാണ്? പത്രധർമ്മം എന്ന് പറയുന്ന സംഗതി മറന്നു പോയൊരു സമൂഹം. ഇതും ഈ സമൂഹത്തിൻ്റെ ഒരു ശാപമാണ്, ദുരന്തമാണ്. സത്യസന്ധമായി പത്രപ്രവർത്തനം നടത്തുന്ന പത്രക്കാരില്ല എന്നല്ല പറയുന്നത്. അതേ സമയത്ത് സമൂഹത്തിലെ ചിത്രത ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം കുൽസിതമായ ചോദ്യങ്ങൾ ചോദിക്കുകയും അതിലൂടെ അവൻ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ കെട്ടുകഥകളാക്കി വാർത്തുവിടുകയും അങ്ങനെ വ്യാജ വാർത്തകൾ വിട്ടുകൊണ്ട് ഈ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുക. അവൻ്റെ ആവശ്യം എപ്പോഴും വ്യൂസ് ഉണ്ടാക്കുക, അതിലൂടെ സമ്പത്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ്. സാമ്പത്തികമായി കൊള്ള ചെയ്യപ്പെടുക എന്ന് മാത്രമാണ് ഇവൻ്റെ ഉദ്ദേശം. ഈ അടുത്ത കാലത്തായി വന്നുകൊണ്ടിരിക്കുന്ന പല വാർത്തകളും പലപ്പോഴും പറഞ്ഞ ആളുകൾ പോലും അറിയാത്ത, അവർ പോലും ചിന്തിച്ചിട്ടില്ലാത്ത പല കാര്യങ്ങളും പറഞ്ഞു എന്ന് വരുത്തി തീർത്തിട്ട് അത് ആഘോഷിക്കുന്ന കാളപെറ്റി എന്ന് പറയുമ്പോൾ കാറെടുത്ത സമൂഹം അതിങ്ങനെ പന്താടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുമാണ്. അവരുടെ താല്പര്യം അത് തന്നെയാണ്, അവർക്ക് വ്യൂസ് കിട്ടണം. അപ്പോൾ സാമ്പത്തികമായി ചൂഷണം ചെയ്തുകൊണ്ട് അവരിൽ നിന്ന് സമൂഹം എന്തോ ആയിക്കോട്ടെ, തമ്മിലടിക്കുക എന്തോ ആയിക്കോട്ടെ, അത് നമുക്ക് വിഷയമല്ല. നമുക്കിത് വ്യൂസ് ഉണ്ടാകണമെന്ന് മാത്രം ചിന്തിക്കുന്ന ജേർണലിസം ഇതൊന്നല്ല ഞങ്ങളുടെ ജേർണലിസം. പത്രധർമ്മം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമൂഹത്തിലേക്ക് സത്യസന്ധമായ വാർത്ത എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ പറയാത്ത കാര്യങ്ങളും ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് വരുത്തി ചേർത്തിട്ട് സമൂഹത്തിൽ തമ്മിലടിപ്പിക്കുക എന്നുള്ളതല്ല പത്രധർമ്മം എന്നുള്ള പത്രക്കാരെ മനസ്സിലാക്കണമെന്നല്ല. ഈ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മേഖല കമ്പോളവൽക്കരിക്കപ്പെട്ടതും ആരോഗ്യമേഖല കമ്പോളവൽക്കരിക്കപ്പെട്ടതും സത്യസന്ധതയില്ലാതെ വ്യൂസിന് വേണ്ടി മാത്രം പത്രപ്രവർത്തനം നടത്തുന്നതാണ് ഇപ്പം ഉള്ള ഏറ്റവും വലിയ മുസീബത്ത്. ഇത് ഏകദേശം റിവേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഈ സമൂഹത്തിൽ നല്ലൊരു ശതമാനവും പിന്നോക്കാവസ്ഥയിൽ നിന്ന് മാറും. ഇതിൻ്റെ വ്യക്തിപരമായുള്ള അഭിപ്രായം. ഇതിൻ്റെ ആരും നമ്മളെ നേരെ കുതിരെടുത്തിട്ട് കാര്യമില്ല.